അധ്യായം 2. മഹാചക്ര പരീക്ഷയേക്കാൾ വലിയ പരീക്ഷണമാണ് ഇനി അമരേന്ദ്രനെ കാത്തിരിക്കുന്നത്. പരാജിത ദുഃഖത്തേക്കാൾ അയാളെ തകർത്തതും അതുതന്നെയായിരുന്നു. പ്രണയദുഃഖം ഏത് വിഷമഘട്ടത്തിലും കൂടെ ഉണ്ടാവുമെന്ന് കരുതിയിരുന്ന പ്രാണപ്രിയയുടെ മനംമാറ്റമാണ് അയാളെ വീണ്ടും വീണ്ടും തോൽപ്പിക്കുന്നത്. പ്രാണൻ വെടിഞ്ഞും പ്രണയിനിയോടുള്ള വാക്ക് നിറവേറ്റാൻ തുനിഞ്ഞ അമരേന്ദ്രന് പെട്ടെന്നുണ്ടായ ഈ പ്രണയഭംഗം ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു. സർവ്വതിലും പരാജയപ്പെട്ടു നിൽക്കുന്ന അമരേന്ദ്രന് സ്വയം ഒരാശ്വാസവാക്ക് പോലും കിട്ടുന്നില്ല. അമരേന്ദ്രൻ പതിയെ വാസുകിയുടെ അടുത്തേക്ക് നീങ്ങി. മൈഥിലി ദ്രാവകം നിറച്ച പാത്രമെടുക്കാൻ ആഞ്ഞു. അവൻ അത് ചുണ്ടോട് ചേർത്തു. പെട്ടെന്ന് അമരേന്ദ്രന്റെ കയ്യിൽ നിന്നും പാനീയം നിറച്ച പാത്രം താഴേക്ക് തെറിച്ചു. നിനക്ക് ഭ്രാന്താണോ അമര? എന്തിനാണ് മറ്റൊരാൾക്ക് വേണ്ടി നീ ജീവൻ കളയുന്നത്? സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരോടും ഒന്നും തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കില്ല. നീ ചെയ്യുന്നത് വലിയ അബദ്ധമാണ് അമര. മൈഥിലി ദ്രാവകം തട്ടിമാറ്റി മാധുരി അലറി. നീ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ? ഒരു മനുഷ്യനെ കൊലക്കി കൊടുത്തിട്ട് വേണോ നിനക്ക് രസിക്കാൻ? അതും നീ പ്രണയിച്ചിരുന്ന, നിന്നെ ജീവന തുല്യം പ്രണയിക്കുന്ന ഈ മനുഷ്യനെ? മാധുരിക്ക് വാസുകിയുടെ അഹങ്കാരഭാവം കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. അത് ശരി, ഇപ്പോ എനിക്കാണോ മനുഷ്യത്വമില്ലാത്തത്? എന്നെയും എന്റെ പിതാവിനെയും പറഞ്ഞു പറ്റിച്ച് വിവാഹം ഉറപ്പിച്ച നിങ്ങളെയൊക്കെ ഞാൻ എന്ത് വിളിക്കണം? 9 നക്ഷത്രങ്ങൾ നേടിയ ബലവാനാവണം എന്റെ വരൻ. അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അമരേന്ദ്ര, നിനക്കത് നേടാൻ കഴിയാത്തതിന് ഞാൻ എന്തു പിഴച്ചു? ചേരരാജ്യത്തെ രാജകുമാരിയെ വേൾക്കാൻ നിനക്ക് യോഗ്യതയില്ല അമരേന്ദ്ര. ചെല്ല്, നീ നിന്റെ കളിക്കൂട്ടുകാരിയോടൊപ്പം പോയി കളിക്ക്. നിന്നെ കൊണ്ട് അതേ പറ്റൂ. വാസുകി പരിഹാസവർഷം തുടർന്നു. അമരേന്ദ്രൻ ലജ്ജിച്ച് തലതാഴ്ത്തി നിന്നു. ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് പോലും അവൻ ചിന്തിച്ചു. ഇതാ നിന്റെ വിവാഹമോതിരം. ഇനി എനിക്കതിന്റെ ആവശ്യമില്ല, നീ തന്നെ വെച്ചോളൂ. വാസുകി മോതിരം വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അമരേന്ദ്രൻ ഒരു നിമിഷം ഞെട്ടി. അവളിൽ നിന്ന് ഇത്രയും കടന്നൊരു പ്രവൃത്തി അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ കോപം കൊണ്ട് ജ്വലിച്ചു. മതിയാക്കൂ വാസുകി, മതി നിന്റെ പ്രകടനം, അമരേന്ദ്രൻ ഉറക്കെ പറഞ്ഞു. കാവൽക്കാരോടൊപ്പം പിന്തിരിഞ്ഞു നടന്ന വാസുകി നിസ്സംഗതയോടെ അവന്റെ വാക്കുകൾ ശ്രവിച്ചു. നിനക്ക് ഞാനിപ്പോൾ ഒരു ഭീരുവാണ്. നിന്നെ പറഞ്ഞു പറ്റിച്ച കാമുകനാണ്. ശരി, ഞാൻ ഒന്നും തിരുത്തുന്നില്ല. പക്ഷേ എന്റെ ശക്തി തെളിയിക്കേണ്ടത് എന്റെ മാത്രം ആവശ്യമാണല്ലോ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു കുമാരി. ഇന്നേക്ക് 3 വർഷങ്ങൾക്കപ്പുറം എന്നെ നേരിടാൻ നിങ്ങൾ തയ്യാറുണ്ടോ? വാസുകി തിരിഞ്ഞു നിന്നുകൊണ്ട് മറുപടി പറഞ്ഞു. ഓ, തീർച്ചയായും, എന്ന് വേണമെങ്കിലും തയ്യാർ. ഒരു നിബന്ധന. ഞാൻ വിജയിച്ചാൽ പാഞ്ചാല രാജകുമാരൻ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. അതിന് തയ്യാറുണ്ടോ? വാസുകി വർദ്ധിത ആവേശത്തോടെ അമരേന്ദ്രന് നേരെ തിരിഞ്ഞു. സമ്മതം. ഇനി വിജയം എന്റേതാണെങ്കിൽ എന്റെ ആജ്ഞ അനുസരിച്ച് നിനക്കും ജീവിക്കാനാവൂ. സമ്മതിച്ചു. പക്ഷേ നിനക്കൊരിക്കലും എന്നെ തോൽപ്പിക്കാനാവില്ല അമരേന്ദ്ര. എന്നെ പരാജയപ്പെടുത്തണമെന്ന ചിന്ത തന്നെ നീ മറന്നേക്കൂ. നീ എന്റെ അടിമയാകാൻ പോകുന്നു. അതിവിടെ എല്ലാവരും കാണുവാൻ പോകുന്നു. നിന്റെ പിതാവും രാജ്യവും എല്ലാവരും. അതുകണ്ട് എല്ലാവരും ആഹ്ലാദിക്കട്ടെ. വാസുകി ധാർഷ്ട്യത്തോടെ പറഞ്ഞു. നിന്റെ അഹങ്കാരത്തിന് അവസാനമില്ലേ വാസുകി? നീ ഇപ്പോഴും ചേരരാജ്യത്തിന്റെ റാണിയായിട്ടില്ല, അതും മറക്കേണ്ട. നിന്റെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഇങ്ങനെയല്ല മറുപടി പറയേണ്ടത്. നിന്നെപ്പോലെ ഇത്രയും തരം താഴ്ന്ന് സംസാരിക്കാൻ ഞങ്ങളുടെ സംസ്കാരം അനുവദിക്കുന്നില്ല. നിന്ന് നാവിട്ടടിച്ച് സ്വന്തം വില കളയാതെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്, മാധുരി ഗത്യന്തരമില്ലാതെ പറഞ്ഞു. അഹങ്കാരമല്ല മാധുരി, ആത്മാഭിമാനമാണ്. ഞങ്ങളുടെ വംശത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചുമുള്ള അടങ്ങാത്ത ആദരവും ഭക്തിയുമാണ്. നിന്നെപ്പോലെ പറയാൻ വംശമഹിമയൊന്നുമില്ലാത്തവൾക്ക് മനസ്സിലാവില്ല അതൊന്നും. യുവരാജാവിന് പിന്നാലെ നടന്നിട്ട് കാര്യമില്ല മാധുരി. അതോ നിന്റെ കൂട്ടുകാരൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണോ അവന് വേണ്ടി സംസാരിക്കാൻ? എന്താ അമരേന്ദ്ര, അങ്ങനെയാണോ? 3 വർഷത്തിന് ശേഷം നിനക്കെന്നെ നേരിടാൻ ധൈര്യമില്ലേ? അതോ അന്നും നീ ഇങ്ങനെ ഇവളെ മുന്നിൽ നിർത്തി എന്നോട് തർക്കിക്കാൻ വരുമോ? നീ ആദ്യം നിന്റെ ശക്തി തെളിയിക്ക്, എന്നിട്ട് മതി വാക്കുകൊണ്ടുള്ള പോരാട്ടങ്ങൾ, വാസുകി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് കൂടെയുള്ള കാവൽക്കാരും കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. വാസുകിയുടെ അഹങ്കാരവും അവഹേളനവും അതിരുകടന്നപ്പോൾ അമരേന്ദ്രന് സ്വന്തം നിയന്ത്രണം പോലും നഷ്ടപ്പെട്ടു. മാധുരിയെ ഇത്ര നീചമായി പരിഹസിച്ച അവളോട് അവന് എന്തെന്നില്ലാത്ത ഈർഷ്യ തോന്നി. അവർ രണ്ടുപേരും വാസുകിയുടെ മേൽ ചാടി വീണു. നിർത്തൂ, അരുണേന്ദ്രൻ അലറി. അപ്പോഴേക്കും വാസുകിയുടെ കാവൽക്കാർ അവരെ ഇരുവരെയും തട്ടിമാറ്റി. ഹോ, കഷ്ടം തന്നെ കുമാര. നിനക്കിവരെ പോലും എതിരിടാനുള്ള കരുത്തില്ലല്ലോ. എന്നിട്ടാണോ എന്നെ വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നത്? വെല്ലുവിളി പിൻവലിക്കണമെന്നിപ്പോൾ തോന്നുന്നുണ്ടോ? നിനക്ക് നിന്റെ കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. ഞാൻ നിനക്ക് ഒരു അവസരം കൂടി തരാം. നന്നായി ആലോചിച്ച് പറഞ്ഞാൽ മതി, വാസുകി പുഞ്ചിരിയോടെ പറഞ്ഞു.
കാവൽക്കാരിൽ നിന്ന് അപ്രതീക്ഷിത പ്രഹരമേറ്റ അമരേന്ദ്രൻ കൈ തട്ടിക്കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഇന്ന് എന്റെ സമയമല്ലായിരിക്കാം. ഇന്നത്തെ പരാജയം ശാശ്വതവുമല്ല. ഞാൻ വീണ്ടും മഹാചക്ര പരീക്ഷയിൽ അപരാജിത പട്ടം നേടും. വീണ്ടും 9 നക്ഷത്രങ്ങൾ ശിരസിൽ ചൂടി അദ്വിതീയനായ പോരാളിയാവും. ചേരരാജകുമാരി വാസുകിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇത് പാഞ്ചാലകുമാരൻ അമരേന്ദ്രന്റെ ശബ്ദം. ഇന്നേക്ക് 3 കൊല്ലങ്ങൾക്കിപ്പുറം ഞാൻ നിന്നെ പരാജയപ്പെടുത്തും. അതിനു മുൻപ് അപരാജിത പട്ടം സ്വന്തമാക്കിയിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. സഭാമണ്ഡപത്തിലെ സർവരും കേൾക്കുമാർ ഉച്ചത്തിൽ അമരേന്ദ്രൻ പ്രഖ്യാപിച്ചു. അരുണേന്ദ്രൻ വേദനയോടെ തന്റെ സിംഹാസനത്തിലേക്ക് വീണു. നടന്ന സംഭവങ്ങളൊന്നും സത്യമായിരിക്കില്ലേ എന്ന് പിതാവ് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാവാം, വൃഥ ആഗ്രഹിക്കുകയാവാം. വെല്ലുവിളി ഏറ്റെടുത്ത വാസുകി തന്റെ ആഗമനോദ്ദേശ്യം സഫലമായ ചാരിതാർത്ഥത്തിൽ സഭാമണ്ഡപം വിട്ടു. നേരെ ചേരരാജ്യത്തിലേക്ക്, തന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. വാസുകിയുടെ പിതാവ് ചേര സാമ്രാജ്യാധിപൻ പ്രതാപകേസരി തന്റെ ദൂതന്മാർ വഴി പാഞ്ചാല രാജ്യത്തെ സ്ഥിതിഗതികൾ അപ്പോഴേക്കും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. വാസുകി, നീ എവിടെയായിരുന്നു? പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. പത്നിയോടൊപ്പം അന്തപുരത്തിൽ വിശ്രമിക്കുകയായിരുന്ന പ്രതാപകേസരി മകളോടായി ചോദിച്ചു. പിതാവിനോടൊപ്പം മാതാവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നത് കണ്ടപ്പോഴേ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ വാസുകി പരിചാരകരോട് പുറത്തു നിൽക്കാൻ കൽപ്പിച്ചു. കുടുംബകാര്യങ്ങൾ അവരുടെ മുന്നിൽ വെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് അവൾക്ക് തോന്നി. പിതാവേ, അങ്ങെന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്ങാണ് കാര്യങ്ങൾ ഗ്രഹിക്കാതെ സംസാരിക്കുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വാസുകി നിഷ്കളങ്കമായി സംസാരിക്കാൻ ശ്രമിച്ചു. വാസുകി, നീ പാഞ്ചാല യുവരാജൻ അമരേന്ദ്രനുമായുള്ള വിവാഹബന്ധം വേണ്ടെന്ന് തീരുമാനിച്ചോ? നിനക്കെങ്ങനെ ധൈര്യം വന്നു ഈ സാഹസം കാണിക്കാൻ? അമ്മ സുജാതാദേവി ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും കാര്യമറിയാതെയാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. മാതാവേ, ഇന്ന് പാഞ്ചാല ദേശത്ത് മഹാചക്ര പരീക്ഷ നടക്കുന്ന കാര്യം അവിടത്തേക്കും അറിവുള്ളതാണല്ലോ. എന്റെ പ്രതിശുദ്ധ വരൻ, ഈ ചേരരാജ്യത്തിന്റെ ഭാവി മരുമകൻ, വെറും 3 നക്ഷത്രങ്ങൾ നേടി പരാജയപ്പെട്ട വാർത്ത നിങ്ങൾ അറിഞ്ഞുവോ? നമ്മുടെ രാജ്യത്തിന് തന്നെ എത്രമാത്രം അപമാനകരമായ കാര്യമാണിത് പിതാവേ. ഇനി പറയൂ, എന്റെ തീരുമാനം തെറ്റായോ? വാസുകി തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്വയം വിസ്തരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെല്ലാം അറിഞ്ഞതാണ് വാസുകി, പ്രതാപകേസരി നിരാശയോടെ പറഞ്ഞു. എന്നിട്ടാണോ പിതാവേ എന്നോട് ചോദ്യവർഷം? വാസുകിക്ക് ഒന്നും മനസ്സിലായില്ല. തന്റെ ഈ തീരുമാനത്തിന് പിതാവും തന്നോടൊപ്പം നിൽക്കുമെന്ന് കരുതിയ വാസുകി ഞെട്ടി. നിന്റെ തീരുമാനം വളരെ ശരിയാണെന്ന് പറഞ്ഞ് തന്നെ ചേർത്ത് നിർത്തുമെന്ന് കരുതിയിരുന്ന മാതാപിതാക്കളുടെ മുന്നിൽ അവൾ വെറും തെറ്റുകാരിയെപ്പോലെ തലകുനിച്ചു നിന്നു. നിന്റെയും അമരേന്ദ്രന്റെയും വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചത് ആരാണ്? പരസ്പരം വാക്ക് പറഞ്ഞ ഞങ്ങളോട് ഇതൊന്നും ആലോചിക്കണമെന്ന് പോലും നിനക്ക് തോന്നിയില്ലല്ലോ. വിവാഹ നിശ്ചയം പോലും കഴിഞ്ഞ് നിശ്ചയപത്രികയും കൊടുത്തയച്ചിട്ട് അത് വേണ്ടെന്ന് വെക്കുകയെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ പാഞ്ചാല രാജന്റെ മുഖത്ത് നോക്കും? എങ്ങനെ പത്രിക തിരികെ വാങ്ങും? അതിന് തക്കതായ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ ഇത് നീ ചെയ്തത് ശരിയായില്ല വാസുകി. ഒരിക്കലും എനിക്ക് പുറത്തു തരാവുന്ന കുറ്റമല്ല ഇത്. പ്രതാപകേസരിക്ക് ദേഷ്യവും സങ്കടവും അടക്കാൻ കഴിഞ്ഞില്ല. വിവാഹമെന്നാൽ കുട്ടികളിയാണോ മകളെ? കാരണങ്ങൾ ഏതുമില്ലാതെ ഒരു വിവാഹബന്ധം വേണ്ടെന്ന് വെക്കുന്നതും നിശ്ചയമോതിരം വലിച്ചെറിയുന്നതുമൊന്നും സംസ്കാരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്, നീ അതിനെപ്പറ്റി ആലോചിച്ചോ? അമ്മ സുജാതാദേവി ഇടയ്ക്ക് കയറി പറഞ്ഞു. നിങ്ങൾക്കാർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഇത്രയൊക്കെ ആയിട്ടും വാസുകിയുടെ അടങ്ങാത്ത അഹങ്കാരം കണ്ടപ്പോൾ സുജാതാദേവിക്ക് സഹിച്ചില്ല. അവർ കൈയോങ്ങിക്കൊണ്ട് വാസുകിയുടെ അടുത്തേക്ക് നീങ്ങി. ആരോടാണ്, എവിടെ വെച്ചാണ് സംസാരിക്കുന്നതെന്ന ബോധ്യമില്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് നീ അറിയും. ചേരനാടിന്റെ അധിപനോടാണോ നിന്റെ ധിക്കാരം? പ്രതാപകേസരി പത്നിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ക്ഷമിക്കൂ ദേവി, ഞാൻ സംസാരിക്കാം. അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. പാഞ്ചാല ദേശത്തേക്കുള്ള യാത്രയെപ്പറ്റി നീ പിതാവിനോടൊന്നും പറഞ്ഞില്ലല്ലോ. പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് നിനക്ക് അറിവുള്ളതല്ലേ? നീ രാജ്യത്തിന്റെ രാജകുമാരിയാണ്, അത് മറക്കരുത്. എന്നോട് പറയാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ നിന്റെ മാതാവിനോടെങ്കിലും നിനക്ക് സൂചിപ്പിക്കാമായിരുന്നു. വാസുകിയെ അടുത്തു വിളിച്ച് പ്രതാപകേസരി തുടർന്നു. ഞാൻ എന്തു പറയണം പിതാവേ? ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന കുമാരൻ 9 നക്ഷത്രങ്ങൾ നേടി അപരാജിത പട്ടം കരസ്ഥമാക്കുന്നത് കാണാൻ പോയ ഞാൻ ദുഃഖിതയായി തിരിച്ചു വന്നെന്നോ? ആ സങ്കടം ആരോടും പങ്കുവെക്കാൻ കഴിയാതെ ഞാൻ ഒറ്റപ്പെട്ടു നിൽക്കുകയാണെന്നോ? കരച്ചിലിന്റെ വക്കോളമെത്തിയ മകളുടെ വാക്കുകൾ കേട്ടപ്പോൾ ചേരരാജന്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം മകളെ ചേർത്തണച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു. നിനക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഞാൻ ചെയ്യുമോ? നിനക്കിഷ്ടപ്പെട്ട പുരുഷനുമായി വിവാഹം നിശ്ചയിച്ചു, പത്രിക അയച്ചു, എന്നിട്ട് പെട്ടെന്നത് വേണ്ടെന്ന് വെച്ചു എന്ന് കേട്ടപ്പോഴുള്ള സങ്കടം മാത്രം.
നമുക്കൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാമായിരുന്നല്ലോ. ഇല്ല പിതാവേ, എനിക്കൊരു തിടുക്കവുമില്ല. അങ്ങയുടെ തീരുമാനം ഇതുതന്നെയായിരിക്കും എന്നോർത്തുകൊണ്ടാണ് എല്ലാം ഇന്ന് തന്നെ അവസാനിപ്പിച്ചത്. അങ്ങ് ശാസിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രഭോ. വാസുകി എപ്പോഴും കണ്ണീർ പൊഴിച്ചുകൊണ്ടിരുന്നു. പുത്രീ വാത്സല്യമേറിയ പിതാവിനെ എങ്ങനെ തന്റെ വരുതിയിലാക്കണമെന്ന് വാസുകിക്ക് നല്ലപോലെ അറിയാം. മകളെ, ഒരിക്കൽ അപരാജിത പട്ടം നേടിയ ഒരാൾക്ക് പെട്ടെന്ന് ശക്തി ക്ഷയിക്കണമെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാവുമല്ലോ. അതറിയാതെ എടുത്തുചാടി ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ശരിയാണോ? പ്രതാപകേസരി സംശയത്തോടെ ചോദിച്ചു. എന്തിനാണ് പ്രഭു ഇവളോട് വിശദീകരണം തേടുന്നത്? ഇവൾ അങ്ങയുടെ മകളാണ്. അർഹിക്കുന്നതിലധികം വിലയൊന്നും കൽപ്പിക്കേണ്ടതില്ല. ചേരമഹാറാണിക്ക് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല. ദേവി, നീ മിണ്ടാതിരിക്കൂ. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? മകളെ വാസുകി, ഇന്ന് അമരേന്ദ്രന്റെ ശക്തിക്കെന്തോ പ്രയാസം സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അതിന്റെ കാരണങ്ങളൊന്നും തന്നെ നമുക്കറിയില്ല. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അമരേന്ദ്രന് അദ്ദേഹത്തിന്റെ ശക്തി തിരിച്ചു കിട്ടിയാലോ? പാഞ്ചാല യുവരാജൻ വീണ്ടും ശക്തി തെളിയിച്ചാൽ ഈ തീരുമാനം മാറ്റേണ്ടി വരില്ലേ നമുക്ക്? അന്ന് പശ്ചാത്തപിച്ചിട്ടെന്ത് കാര്യം? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു തീരുമാനവും എടുത്തു ചാടി എടുക്കരുതെന്ന്. നല്ല പോലെ ആലോചിച്ചു മാത്രമേ എന്തും തീരുമാനിക്കാവൂ. പിതാവിന്റെ സംസാരം വാസുകിക്ക് ഒട്ടും ഉൾക്കൊള്ളാനാവുന്നതായിരുന്നില്ല. എങ്കിലും അവൾ അനിഷ്ടം പുറത്ത് പ്രകടിപ്പിക്കാതെ നിന്നു. അതേ വാസുകി, ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. നീ ഇത് അനുസരിച്ചേ പറ്റൂ. നിന്റെ ധിക്കാരം എന്നും അംഗീകരിച്ചു തരാൻ സാധ്യമല്ല. സുജാതാദേവി കോപം ശമിക്കാത്ത സ്വരത്തിൽ പ്രഖ്യാപിച്ചു. ഒരു കൊച്ചു പെൺകുട്ടി എന്തോ അവിവേകം കാണിച്ചു എന്ന് വെച്ച് നീയും അവളെപ്പോലെ വികാരാധീനയായി എന്തൊക്കെയോ പുലമ്പുന്നത് എന്തിന് ദേവി? അവൾ നമ്മുടെ മകളല്ലേ? തെറ്റുപറ്റിയെങ്കിൽ തിരുത്തേണ്ടവരാണ് നമ്മൾ. അല്ലാതെ വാശി കാണിച്ച് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് വിവേകമതികൾക്ക് ചേരുന്നതാണോ? ചേരരാജൻ പത്നിയെ ശാന്തമായി ശാസിച്ച് മകളോടായി പറഞ്ഞു. വാസുകി, നീ ചെന്ന് വിശ്രമിക്കൂ. ഇന്നൊരുപാട് യാത്ര ചെയ്തതല്ലേ? വാസുകി ചിന്തയിൽ മുഴുകി അറയിലേക്ക് തിരിച്ചു. ചിന്താഭാരത്താൽ തളർന്ന കുമാരിക്ക് പക്ഷേ വിശ്രമിക്കാൻ കഴിഞ്ഞില്ല. പിതാവിനും മാതാവിനും ഞാൻ ഇപ്പോഴും കൊച്ചുകുട്ടിയാണ്. അമരേന്ദ്രന്റെ ശക്തിക്ഷയത്തിന്റെ കാരണം എന്തുമായിക്കൊള്ളട്ടെ, അതെന്തിന് ഞാൻ അന്വേഷിക്കണം? ഞാൻ വിവാഹം ചെയ്യുന്ന പുരുഷൻ ഇന്നും അപരാജിതനായിരിക്കണം. കേവലം 3 നക്ഷത്രങ്ങൾ മാത്രം സ്വന്തമായുള്ള ഒരുവന്റെ ഭാര്യയാകുന്നത് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധ്യമല്ല. 8 നക്ഷത്രങ്ങൾ കരസ്ഥമാക്കിയ എന്നെപ്പോലെ ഒരുവൾക്ക് ഒരിക്കലും യോജിച്ച ബന്ധമല്ല അമരേന്ദ്രന്റേത്. കഠിനമായി പരിശീലിച്ചാൽ ഞാനും അപരാജിത പട്ടം കരസ്ഥമാക്കിയ യോദ്ധാവായി മാറും. നഷ്ടപ്പെട്ട ശക്തി തിരികെ ലഭിക്കുമെന്നൊക്കെ നിരൂപിച്ച് ഒരുവനെ ജീവിത പങ്കാളിയാക്കാൻ തക്ക വിഡ്ഢിയൊന്നുമല്ല ഈ വാസുകി. ആലോചനക്കിടയിൽ അവൾ ജനലഴികൾക്കിടയിലൂടെ ഒഴുകിയെത്തിയ നിലാവെളിച്ചം ശ്രദ്ധിച്ചു. പാൽനിലാവ് അവളുടെ മേൽ പ്രത്യേകമായൊരു ഒളി വിതറി. പൂർണ്ണേന്ദു പ്രകാശത്തിൽ വാസുകി അതിമനോഹരമായൊരു വെണ്ണക്കൽ പ്രതിമയെപ്പോലെ കാണപ്പെട്ടു. കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ തന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഒരു വേള വാസുകി പോലും മതിമറന്നു നിന്നുപോയി. ഇത്രയും മേനിയഴകും ബുദ്ധിസാമർഥ്യമുള്ള എനിക്ക് അമരേന്ദ്രൻ അനുയോജ്യനല്ല. ഇതെന്റെ തീരുമാനമാണ്. അതിലിനി ഒരു മാറ്റവുമില്ല. ആരെന്തു പറഞ്ഞാലും ശരി, ഞാൻ എന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇതെന്റെ ജീവിതമാണ്. ഞാൻ തീരുമാനിക്കുന്നതേ നടക്കൂ. പിതാവും മാതാവും എന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കണം. അതിനെന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകൂ. വാസുകി ചിന്താകുലയായി. പെട്ടെന്നാണ് മറ്റൊരു ചിന്ത അവളിലൂടെ മിന്നിമാഞ്ഞത്. അതെ, അതുതന്നെയാണ് വഴി എന്നവൾ ഉറപ്പിച്ചു.